നല്ല സൗന്ദര്യം ഉണ്ടാകുക എന്നുള്ളത് എല്ലാവരുടെയും സ്വപ്നമാണ്. ആൺ പെൺ വ്യത്യാസമില്ലാതെ ചെറിയ കുട്ടികൾ മുതൽ എല്ലാവരും സൗന്ദര്യം നേടുന്നതിന് വേണ്ടി ഇഷ്ടംപോലെ പണം ചെലവഴിക്കുകയും ധാരാളം സമയം അതിനുവേണ്ടി വിനിയോഗിക്കുകയും ചെയ്യും. ഒരു കല്യാണ വീട്ടിലോ അല്ലെങ്കിൽ പുറത്ത് എവിടെയെങ്കിലും പോകുമ്പോൾ കണ്ണാടിയുടെ മുന്നിൽ ഇഷ്ടംപോലെ സമയം നിന്ന് മേക്കപ്പ് ഒക്കെ ചെയ്യാൻ പറ്റുന്ന എല്ലാം ചെയ്ത് ലാസ്റ്റൊക്കെ പൗഡറും ഒക്കെ ഇട്ടൊന്ന് സെറ്റാക്കി, എന്നിട്ട് ഒരു പ്രാവശ്യം കൂടെ തിരിഞ്ഞ കണ്ണാടിയിലൊന്ന് നോക്കി ഒന്ന് സംതൃപ്തിയായിട്ടേ നമുക്ക് ആ കഥകടച്ച് പുറത്തേക്ക് ഇറങ്ങാൻ പറ്റുള്ളൂ. കാര്യം ഈ സൗന്ദര്യം എന്നുള്ളത് നമ്മളെ അലട്ടിക്കൊണ്ടിരിക്കുന്ന വലിയൊരു പ്രശ്നമാണ്. അപ്പോൾ ചിലർ ചികിത്സയിലൂടെ പോലും ഈ സൗന്ദര്യത്തെ വീണ്ടെടുക്കാൻ വേണ്ടി ശ്രമിച്ചുകൊണ്ടേയിരിക്കും. അപ്പോൾ ഇന്നത്തെ ഈ വീഡിയോ ചർച്ച ചെയ്യുന്നത് നമുക്ക് സൗന്ദര്യം കൂട്ടാൻ അല്ലാതെ എന്ത് ചെയ്യാൻ കഴിയും എന്നുള്ളതാണ്. നമുക്ക് ഈ സൗന്ദര്യം നിലനിർത്തിക്കൊണ്ട് പോവുകയും വേണം. അന്നന്ന് മേക്കപ്പ് ഇട്ട് അഡ്ജസ്റ്റ് ചെയ്താൽ മാത്രം പോരാ, സൗന്ദര്യം ഒന്ന് മെയിൻറ്റെയിൻ ചെയ്ത് പോകണം. ഞാൻ ഡോക്ടർ സൈജു ഖാലിദ്. നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനുള്ളവർ ദയവായി സബ്സ്ക്രൈബ് ചെയ്യണം. ഈ വീഡിയോ പൂർണ്ണമായിട്ട് കാണണം. ദയവായി വീഡിയോ ഷെയർ ചെയ്യുകയും കൂടി ചെയ്യണം. സൗന്ദര്യം വർദ്ധിപ്പിക്കണമെന്ന് ആഗ്രഹിക്കുന്നവർ ഏറ്റവും ആദ്യം ചെയ്യാവുന്ന 10 പൈസയുടെ ചെലവില്ലാത്തതും യാതൊരു ബുദ്ധിമുട്ടും ഇല്ലാത്തതുമായ ഒരു കാര്യമാണ് പോസിറ്റീവ് മൈൻഡ് സെറ്റ് ഉണ്ടാകുക എന്നുള്ളത്. അങ്ങനെ പോസിറ്റീവ് മൈൻഡ് സെറ്റ് ഉണ്ടാക്കുമ്പോൾ നമ്മുടെ ശരീരത്തിൽ നിന്നും നല്ല ഹോർമോണുകളായ എൻഡോർഫിനും സെറാട്ടോണിനും ഉണ്ടാകും. ഈ ഹോർമോണുകൾ നമ്മുടെ ബ്ലഡ് സർക്കുലേഷൻ റേറ്റ് കൂട്ടുകയും അതേപോലെ നമ്മളുടെ ശരീരത്തിൻ്റെ വർണ്ണം, അതായത് ആ നിറത്തിനെ കൂടുതൽ ഗ്ലോയിങ് ആക്കി കൊണ്ടുവരികയും അതേപോലെ നമ്മളുടെ ശരീരത്തിൻ്റെ സ്കിന്നിന് ചുളിവുകൾ ഉണ്ടാകാതെയും ഒക്കെ നമ്മളെ കൂടുതൽ സൗന്ദര്യമുള്ളതാക്കി നിർത്തുവാൻ അതിന് കഴിയും. അതേപോലെ ആ പോസിറ്റീവ് മൈൻഡ് സെറ്റ് ഉണ്ടാകുമ്പോൾ നമ്മൾ നമ്മുടെ ശരീരത്തെ കൂടുതൽ കെയർ ചെയ്യുകയും നമ്മുടെ ഫുഡ് ഹാബിറ്റ്, നമ്മുടെ ഡയറ്റിങ്, അതേപോലെ നമ്മുടെ ചർമ്മ സംരക്ഷണ പരിപാടികളിലൊക്കെ നമ്മൾ കൂടുതൽ സജീവമാവുകയും ഒക്കെ ചെയ്യും. അപ്പോൾ ഒരു പോസിറ്റീവ് മൈൻഡ് സെറ്റ് എങ്ങനെ ഉണ്ടാകും? ഉള്ളതിനോടെല്ലാം പോസിറ്റീവായി ചിന്തിക്കുക. ആരെപ്പറ്റിയും കുശുമ്പ്, അസൂയ, വൈരാഗ്യം, ദുഷ്ടചിന്തകൾ, അവരെ സംബന്ധിച്ച് മോശം തോന്നലുകൾ ഇതൊന്നും ഉണ്ടാകാതെ നമ്മൾ നമ്മുടെ കാര്യവും നമ്മുടെ ഡെവലപ്മെൻറ്റും ഒക്കെ ചിന്തിച്ച് നല്ല വഴിയിലൂടെ അങ്ങനെ യാത്ര ചെയ്യുക. എല്ലാം കാണുന്നതിനെ എല്ലാം പോസിറ്റീവായി കാണുക. പ്രകൃതിയുടെ സൗന്ദര്യത്തെ ആസ്വദിക്കുക. ഒരു പൂ വിരിഞ്ഞ് വരുമ്പോൾ അതൊരു കുഞ്ഞു പൂവായിരിക്കാം, പക്ഷെ ആ പൂവിന് ഒരു സൗന്ദര്യമുണ്ട്. അങ്ങനെ നമ്മൾ കാണുന്നതിലും കേൾക്കുന്നതിലും എല്ലാമുള്ള സൗന്ദര്യത്തെ ആസ്വദിക്കാൻ നമ്മൾ പരിശീലിക്കുക. മറ്റുള്ളവരുടെ കുറ്റങ്ങളും കുറവുകളും അല്ലെങ്കിൽ ന്യൂനതകളും അന്വേഷിക്കുന്നതിനപ്പുറം നമ്മളുടെ പോരായ്മകൾ ഒക്കെ നികത്തിയെടുക്കുന്നതിനുള്ള ഒരു ശ്രമം നടത്തുക. അങ്ങനെ പതുക്കെ ഒരു പോസിറ്റീവ് ആയിട്ട് അങ്ങനെ ഒരു പേഴ്സണാലിറ്റി ഡെവലപ്പ് ചെയ്ത് വരുമ്പോൾ നമ്മുടെ ശരീര സൗന്ദര്യവും അതിനനുസരിച്ച് തന്നെ വളരുകയും സൗന്ദര്യം മെയിൻറ്റെയിൻ ചെയ്ത് പോകാൻ കഴിയും എന്നുള്ളതാണ് കൃത്യമായ പഠനങ്ങൾ പറയുന്നത്. സൗന്ദര്യം വർദ്ധിപ്പിക്കാനുള്ള ഏറ്റവും എളുപ്പവും യാതൊരു പണച്ചെലവുമില്ലാത്ത രണ്ടാമത്തെ മാർഗം നന്നായി ഉറങ്ങുക എന്നുള്ളതാണ്. 7 മണിക്കൂർ മുതൽ 9 മണിക്കൂർ വരെ സുഖകരമായ ഉറക്കം ശരീര സൗന്ദര്യത്തെ വർദ്ധിപ്പിക്കുന്നു എന്നാണ് പഠനങ്ങൾ പറയുന്നത്. നല്ല ഉറക്കത്തിൽ നമ്മുടെ ബ്ലഡിന്റെ സർക്കുലേഷൻ റേറ്റ് കൂട്ടുകയും അതേപോലെ നമ്മളുടെ പകലുണ്ടായ സൗന്ദര്യത്തിലുണ്ടായ അല്ലെങ്കിൽ നമ്മുടെ സ്കിന്നിനുണ്ടായ പോരായ്മകളെല്ലാം പരിഹരിക്കുന്നത് ആ രാത്രിയിലെ ഉറക്കത്തിലാണ്. അതുകൊണ്ടാണ് പുലർച്ചെ നമ്മൾ നല്ല ഉറക്കത്തിന് ശേഷം എഴുന്നേൽക്കുമ്പോൾ നമ്മുടെ മുഖമൊക്കെ നല്ല ഗ്ലോയിങ് ആയിട്ട് നമുക്ക് കാണാൻ കഴിയുന്നത്. ഈ ഉറക്കം കുറയുമ്പോൾ നമ്മുടെ കണ്ണിന് താഴെ നീർക്കെട്ടുണ്ടാകുക, അല്ലെങ്കിൽ കണ്ണിന് താഴെ കറുത്ത പാടുകൾ ഉണ്ടാകുക, മുഖത്ത് ചുളിവുകളൊക്കെ വീഴുക, ഇങ്ങനെയൊക്കെയുള്ള ഒത്തിരി പ്രയാസങ്ങൾ ഉണ്ടാവും. അതേപോലെ സ്ട്രെസ് ഫ്രീ ആകുന്നതിന് ഉറക്കം സഹായിക്കും. അങ്ങനെ ഉറക്കം കുറവുണ്ടാകുമ്പോഴാണ് ഈ കാര, മൂക്കിൻ്റെയും മുഖത്തിൻ്റെയൊക്കെ ഭാഗങ്ങളിൽ കാര പോലുള്ള സാധനങ്ങൾ ഉണ്ടാകുക, അല്ലെ പിമ്പിൾസുകൾ ഉണ്ടാകുക. ഇങ്ങനെയുള്ള ഒത്തിരി സ്കിൻ പ്രോബ്ലംസ് ഉറക്കം കുറയുന്നവർക്ക് ഉണ്ടാകുന്നു. അത് മുതിർന്നവരിലായാലും ഇത്തരം പിമ്പിൾസ് ഉണ്ടാകുന്നതിന് ഈ സ്ട്രെസ് കാരണമാകുന്നു. അപ്പോൾ ഇതെല്ലാം ഒഴിവാക്കി നമ്മുടെ ശരീര സൗന്ദര്യം കൂടുതൽ അല്ലെങ്കിൽ മുഖ സൗന്ദര്യം കൂടുതൽ ഭംഗിയാക്കുന്നതിന് നല്ല ഉറക്കം കൊണ്ട് സഹായകരമാകുന്നു. അതേപോലെ കണ്ണിന് തിളക്കം കൂട്ടുന്നത് ഉൾപ്പെടെ മുഖവുമായി ബന്ധപ്പെട്ട കൂടുതൽ സൗന്ദര്യം ഉണ്ടാകുന്നതിന് കൃത്യമായ ഉറക്കം സഹായകരമാണ്. ശരീര സൗന്ദര്യം ആഗ്രഹിക്കുന്നവർ ചെയ്യേണ്ട ഏറ്റവും ലളിതവും യാതൊരു പണച്ചെലവുമില്ലാത്ത അടുത്ത മാർഗമാണ് സ്ട്രെസ് ഫ്രീ ആയിരിക്കുക എന്നുള്ളത്. കാര്യം സ്ട്രെസ് ഹോർമോണുകൾ ശരീരത്തിന്റെ യുവത്വം നിലനിർത്തുന്ന കൊളാജൻ, എലാസ്റ്റിൻ എന്നീ വസ്തുക്കളുടെ നിർമ്മാണത്തെ തടയുകയും പ്രായത്തെ കവിഞ്ഞ് വയസ്സൻ ലുക്ക് നമുക്ക് നൽകുകയും ചെയ്യും. കാര്യം നമ്മൾ
മേക്കപ്പ് ചെയ്ത് അടയ്ക്കാൻ ശ്രമിക്കുന്നതെല്ലാം ആ വയസ്സൻ ലുക്കാണ്. അത്തരത്തിലുള്ള ഒരു വയസ്സൻ ലുക്കിലേക്ക് വരാതിരിക്കുന്നതിന് നമ്മളുടെ ഈ സ്ട്രെസ് ഫ്രീ ആകുക എന്നുള്ള പ്രവർത്തനത്തിലൂടെ കഴിയും. എല്ലാത്തിനെയും പോസിറ്റീവായി കാണുവാനും സമ്മർദ്ദങ്ങൾക്ക് അടിപ്പെടാതിരിക്കാനും നമ്മൾ പ്രാക്ടീസ് ചെയ്തുകൊണ്ടേയിരുന്നാൽ അതിനനുസരിച്ച് നമ്മുടെ ശരീര സൗന്ദര്യവും മുഖ സൗന്ദര്യവും വർദ്ധിക്കുന്നതായി കാണുവാൻ കഴിയും. ശരീര സൗന്ദര്യം ഇംപ്രൂവ് ചെയ്യാനുള്ള ഏറ്റവും ലളിതമായ അടുത്ത വഴി എയറോബിക് എക്സർസൈസിൽ മുഴുകുക എന്നുള്ളതാണ്. എയറോബിക് എക്സർസൈസ് ചെയ്യുമ്പോൾ നമ്മുടെ ശരീരത്തിൽ നിന്ന് കൂടുതൽ വിയർപ്പ് പുറത്തേക്ക് വരികയും ആ വിയർപ്പിനൊപ്പം നമ്മുടെ ശരീരത്തിൽ അടിഞ്ഞുകൂടിയിരിക്കുന്ന മാലിന്യങ്ങൾ, വിഷവസ്തുക്കളൊക്കെ പുറന്തള്ളപ്പെടുകയും നമ്മുടെ സ്കിന്ന് കൂടുതൽ ഗ്ലോയിങ് ആയിട്ട് മാറുകയും ചെയ്യും. അതിനനുസരിച്ച് നമ്മുടെ ശരീരത്തിൻ്റെ കളർ കൂടുതൽ മെച്ചപ്പെടുകയും നമ്മുടെ സൗന്ദര്യം കൂടുതൽ ഇംപ്രൂവ് ആവുകയും ചെയ്യും. ഡെയിലി അത്തരത്തിലുള്ള എക്സർസൈസ് ചെയ്യുന്നത് വഴി നമ്മളുടെ ആ ശരീര സൗന്ദര്യം കൃത്യമായി മെയിൻറ്റെയിൻ ചെയ്തു പോകുന്നതിന് സാധിക്കും. എറോബിക് എക്സർസൈസ് നടത്തമാകാം, ഓട്ടം, ജോഗിങ്, അല്ലെങ്കിൽ നീന്തല്, റോപ്പ് സ്കിപ്പിങ്, അങ്ങനെ ഡാൻസ് ചെയ്യുക, നല്ല മ്യൂസിക്കിനനുസരിച്ച് ഡാൻസ് ചെയ്യുക. ഇങ്ങനെ ഏത് തരത്തിലുള്ള എയറോബിക് എക്സർസൈസിലൂടെയും നമുക്ക് ഒത്തിരി വിഷവസ്തുക്കളെയും മാലിന്യങ്ങളെയും പുറത്തു കൊണ്ടുവരുവാനും ശരീരത്തെ കൂടുതൽ സൗന്ദര്യത്തിൽ ഇംപ്രൂവ് ചെയ്യുന്നതിന് നമുക്ക് സാധിക്കും. ശരീര സൗന്ദര്യം സംരക്ഷിക്കുന്നതിലെ 5ാമത്തെ കാര്യം ധാരാളം വെള്ളം കുടിക്കുക എന്നുള്ളതാണ്. അതിന് യാതൊരു ചെലവില്ലാത്തതാണ്, നമുക്ക് എപ്പോഴും അത് ചെയ്യുകയും ചെയ്യാം. ഈ വെള്ളം കുടിക്കുന്നതിലൂടെ നമ്മുടെ മുഖത്തെ എണ്ണമയത്തിനെ ബാലൻസ് ചെയ്യുകയും വെള്ളവും എണ്ണയും തമ്മിലുള്ള ബാലൻസിങ് കറക്റ്റാക്കി പോവുകയും മുഖം കൂടുതൽ ഗ്ലോയിങ് ആയിട്ട് ഫീൽ ചെയ്യുകയും ചെയ്യും. അതിനനുസരിച്ച് നമ്മുടെ മുഖത്തുണ്ടാകുന്ന സുഷിരങ്ങളുടെ വലിപ്പം കുറയ്ക്കുകയും മുഖക്കുരു ഉണ്ടാക്കുന്ന ആ പ്രശ്നങ്ങൾ മാറ്റുകയും ചെയ്യും. അത് പൊട്ടുമ്പോൾ, മുഖക്കുരു പൊട്ടുമ്പോൾ ഉണ്ടാകുന്ന കറുത്ത പാടുകൾ, അതൊക്കെ നമ്മുടെ സൗന്ദര്യത്തെ ബാധിക്കുന്ന പ്രശ്നങ്ങളാണ്. ഇത് ധാരാളം അളവിൽ കൂടുതൽ നമ്മൾ വെള്ളം കുടിക്കുന്നതിനനുസരിച്ച് നമുക്ക് അത്തരത്തിലുള്ള മുഖക്കുരു സംബന്ധമായ പ്രശ്നങ്ങളൊക്കെ അകറ്റി നിർത്തുന്നതിന് കാരണമാകും. അതേപോലെ നമ്മുടെ ശരീരത്തിൻ്റെ വലിവ്, സ്കിന്നിൻ്റെ വലിവിനെ നിയന്ത്രിക്കാൻ വെള്ളത്തിന് കഴിയും. അപ്പോൾ ശരീരത്തിൻ്റെ ഭാഗങ്ങൾ തൂങ്ങുന്നതൊക്കെ നമുക്ക് കുറച്ച് കൊണ്ടുവരുവാനും ബോഡിയെ ഒരു പെർഫെക്റ്റ് സ്കിൻ ലെവലിലേക്ക് കൊണ്ടുവരുവാനും വെള്ളം ധാരാളമായി കുടിക്കുന്നതിലൂടെ കഴിയും. അതേപോലെ വെള്ളം ധാരാളമായി കുടിക്കുന്നതിനനുസരിച്ച് നമ്മുടെ ശരീരത്തിൻ്റെ എല്ലാ പ്രവർത്തനങ്ങളെയും അത് ഇംപ്രൂവ് ചെയ്യുകയും തളർച്ച ഒഴിവാക്കി കൂടുതൽ ശരീര സൗന്ദര്യം മെയിൻറ്റെയിൻ ചെയ്തു പോകുന്നതിനും കാരണമാകും. ഈ വീഡിയോയിലൂടെ ഷെയർ ചെയ്ത 5 കാര്യങ്ങളും നിങ്ങളൊന്ന് പ്രാക്ടീസ് ചെയ്ത് നോക്കുക. കൃത്യമായി റിസൾട്ട് ഉണ്ടാകുന്നതാണ്. നിങ്ങൾ അതിനനുസരിച്ച് ശരീര സൗന്ദര്യം ഇംപ്രൂവ് ആകുന്നതായിട്ട് നിങ്ങൾക്ക് ഫീൽ ഉണ്ടാകും. ഈ വീഡിയോ നിങ്ങൾക്ക് ഉപയോഗപ്പെട്ടു എങ്കിൽ അടുത്തുള്ളവരിലേക്ക് നിങ്ങൾ ഷെയർ ചെയ്യുക. കാര്യം ഒത്തിരി കൗമാരപ്രായക്കാരെ അലട്ടിക്കൊണ്ടിരിക്കുന്ന ഒരു പ്രശ്നമാണ് സൗന്ദര്യ സങ്കല്പങ്ങൾ. അതനുസരിച്ചുണ്ടാകുന്ന പ്രശ്നങ്ങൾ, മുഖക്കുരുവിൻ്റെ പ്രശ്നങ്ങളൊക്കെ അവരെ അലട്ടിക്കൊണ്ടിരിക്കുന്ന പ്രശ്നങ്ങളാണ്. നിങ്ങൾ അവരിലേക്കൂടെ ഈ വീഡിയോ ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. ഒരിക്കൽ കൂടി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനുള്ളവർ ദയവായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്